ഹലോ എവരി വൺ. ഞാൻ കോട്ടയത്തോടെ ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കിന് കണ്ടതാണ്. എനിക്ക് പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറി കൊടുത്താണ്. വെറും 80 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ ചാർജ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് വെറൈറ്റി ബേഡ്സുകളുണ്ടായിരുന്നു. ബേഡ്സ് ആയിരുന്നു തോന്നി ഇവരുടെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടുത്ത് ഹെന്ന് തന്നെ പല വെറൈറ്റി പ്രാവുകൾ, ഇതാ നോക്ക്, ഇങ്ങനത്തെയൊക്കെ കുറേ വെറൈറ്റികൾ നമ്മൾ കുറേ നേരമൊന്നും കണ്ടില്ല, പക്ഷെ കുറേ നേരം ഇതുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ തോന്നും. ഇത് നോക്ക്, ഇത് ഹെന്നിൻ്റെ വെറൈറ്റിയിൽ വരുന്നതാണ്. പിന്നെ കൽക്കി അല്ല, സിൽക്കി കോഴികളുണ്ട്. അതായത് നമുക്ക് ഈ ബൂട്ട്സൊക്കെ ഇട്ടത്, പിന്നെ കുറേ നല്ല രസം പഞ്ഞിക്കെട്ട് പോലത്തെ ഉള്ള കോഴികളുണ്ട്. എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു സിൽക്കി കോഴി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിലും സാധാ നോർമൽ സിൽക്കിക്ക് ഒരു 1000 ഒക്കെ വരും. സോ ഇതിനൊക്കെ നല്ല എമൗണ്ട് വരുന്നതായിരിക്കും. കാരണം അത്രത്തോളം വെറൈറ്റി പ്രാവുകളൊക്കെ കാണും, നല്ല രസമായിരുന്നു കാണാൻ. ഇത് കണ്ടോ, ചിലതിൻ്റെയൊക്കെ ഞാൻ പേര് മെൻഷൻ ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ നോർമൽ ലവ് ബേഡ്സ്. എന്നാൽ പോലും അതിൽ കുറേ വെറൈറ്റീസ് ഇവർ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇവർ ഇങ്ങനെ മനുഷ്യരെ കണ്ട് ഇവർ ബോറടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നത്. അവർക്കൊരു പ്രൈവസി കിട്ടുന്നില്ല. അങ്ങനെ ആൾക്കാർ ഇടിച്ചും തള്ളി കയറി ഒച്ച വെക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ തന്നെ. നമ്മളിങ്ങനെ ജസ്റ്റ് വിളിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ പിണങ്ങി മാറിയിരിക്കുന്ന പോലെ കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ അത്രയും കൂടി സംതൃപ്തി പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്ന പോലത്തുള്ളൊരു വീഡിയോ അല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് വിഷ്വൽസ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ടൈം കഴിഞ്ഞു. 26-ാം തീയതി വരെ ഉള്ളായിരുന്നു. ഇവിടെ ഒരു മച്ചാന് കണ്ടോ, ഇവിടെ പാമ്പിനെയൊക്കെ തോളെ പിടിച്ചിട്ടുണ്ട് വന്നിട്ട് എൻ്റെ നേർക്ക് വന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ദൈവം ചെയ്ത് എൻ്റെ ദേഹത്ത് ഇടരുത്, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പറയാതെയും ചോദിക്കാതെ ഒന്നും ആരെ ദേഹത്ത് ഇടത്തില്ലെന്നൊക്കെയാണ് കക്ഷി പറഞ്ഞത്. പിന്നെ വെറൈറ്റി കുറേ പ്രാവുകൾ തന്നെ, കുറേ ഡിഫറെൻറ്റ് വെറൈറ്റികൾ. അത് നല്ല രസമായിരുന്നു കാണാൻ. കോഴികൾ, പ്രാവുകൾ, പിന്നെ എലി, അണ്ണാൻ, ഇന്നും വേണ്ട സകലമാന ജന്തുക്കളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാ നോക്കിക്ക്, നമ്മുടെ പുൽപ്പട്ടി, ഞങ്ങളിവിടെയൊക്കെ ഉള്ളവർ ഇതിനെ പുൽപ്പട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒരു ആഫ്രിക്കൻ ആമ, ഇത് നല്ല പഴക്കമുള്ളത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ സൽക്കാട്ട ആമ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ അതിനെ ഫ്രണ്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല, അത് മറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ഇവൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവനങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേട്ട് അടുത്തോട്ട് വരുവാനും, പിന്നെന്താ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതൊക്കെ വെച്ച് റിയാക്ട് ചെയ്യാൻ കക്ഷി കുറച്ച് ആക്റ്റീവായിരുന്നു. ബാക്കി എല്ലാവരും കുറച്ചൊന്ന് ചത്തേന്നൊക്കെ ഉള്ളൊരു സെറ്റപ്പിലായിരുന്നു ഇത്. കാരണം ഇത്രയും നാളായിട്ട് ഇത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് 10-15 ദിവസമായിട്ട് പരിപാടി തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരും അങ്ങോട്ട് ക്ഷീണിച്ച്. പക്ഷേ ആശാൻ കുറച്ച് ആക്റ്റീവായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേ സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഇവൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം എനിക്കിപ്പം പണി പറ്റിച്ചോ എന്നൊരു സംശയം, ചെറുതായിട്ട് മൂത്രം ഒഴിച്ച്. അത് കഴിഞ്ഞിട്ട് വേറൊരു പട്ടി, നോർമൽ പട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വെറൈറ്റി ടൈപ്പുള്ള മുയലാണ്. പിന്നെ നാടൻ മുയലുണ്ടായിരുന്നു. പിന്നെ നാടൻ കോഴിയല്ല, നാടൻ ഇനത്തിൽപ്പെട്ടതൊന്നുമില്ല, പക്ഷെങ്കിൽ നമുക്ക് ചിലപ്പോൾ നാടൻ പോലെ തോന്നുന്നതാണ്. അതിനുശേഷം ഒരു വെറൈറ്റി കോഴിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ കോഴി, കുഞ്ഞ് അടയ്ക്ക പോലത്തെ കോഴി. അത് മറ്റേ പൂവൻ കോഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര സ്മോൾ ടൈപ്പ് കോഴി. പിന്നെ വെറൈറ്റി തത്തകൾ, പാരറ്റ്, പിന്നെ ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഉരക് വർഗ്ഗത്തിൽപ്പെട്ട കുറേ സംഭവങ്ങൾ. ഇതൊക്കെ പെറ്റ്സായിട്ട് തന്നെ നമ്മൾ വളർത്തുന്നതൊക്കെയാണ് അവർ വളർത്തുന്നത്. പക്ഷേ എനിക്കിതിനോടൊന്നും ഇങ്ങനത്തെ പെറ്റ്സിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് നമ്മുടെ സിംബക്കുട്ടനെ പോലത്തുള്ള പെറ്റ്സിനോട് എനിക്ക് താല്പര്യം. സിംബയുടെ പേര് പറഞ്ഞില്ല, അതുപോലത്തെ ഐറ്റംസ് വന്നു കഴിഞ്ഞ്. എനിക്ക് സിംബക്കുട്ടനെ പോലത്തെ ഒക്കെ പെറ്റ്സിൻ്റെ താല്പര്യമുള്ളൂ. ഇങ്ങനത്തെ ഇമാതിരി സാധനത്തിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഈ ആനമയിൽ ഒട്ടകത്തിനെ ഒന്നും എനിക്ക് വേണ്ട. പിന്നെ കുറേ വെറൈറ്റി കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ്. ഈ പാരറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഉരക് വർഗ്ഗത്തിലുള്ള ഐറ്റംസ്, അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ബേഡ്സ്, ഞാൻ പറഞ്ഞിരുന്നില്ല, ബേഡ്സാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചെറിയ കാട പോലത്തെ ഇനത്തിൽപ്പെട്ട സംഭവങ്ങൾ, ഇതെല്ലാം ബെഡ്സ് തന്നെയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ബെഡ്സ്. പിന്നെ അടുത്ത സെക്ഷനിൽ ഇത് നോക്കൂ, പാമ്പിൻ്റെ വലിയൊരു ഇതും പെറ്റ്സായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിങ്ങനത്തെ പെറ്റ്സിനോട് വേറെ ഒരു താല്പര്യവുമില്ല. എനിക്കിങ്ങനത്തെ പെറ്റ്സിനോട് എനിക്ക് വേണ്ട. പിന്നെ നോക്കിക്കുക, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പാമ്പ് തന്നെ ചിലതൊക്കെ അങ്ങോട്ട് അനങ്ങാതിരുന്നിട്ട് ഞാൻ ഇവിടെ തന്നെ റബ്ബറും എല്ലാം ഒട്ടിച്ച് വെച്ചേക്കോണെന്ന്. അനക്കമില്ലാതെ അവിടെ പമ്മി കിടക്കുക. ഞാൻ ഓർത്ത് എനിക്കങ്ങോട്ട് ഡൗട്ട് കണ്ടോ. അപ്പോൾ അവൻ എൻ്റെ ഡൗട്ട് തീർത്ത് തന്നു, അവനൊന്ന് അനങ്ങി തന്ന്. അപ്പം മതിയായി, എനിക്കിനി ഡൗട്ട് ക്ലിയർ ചെയ്യണ്ട. ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ എസ്കേപ്പ് ആയി കേട്ടോ. പിന്നെ കുറച്ച് വേറെ ടൈപ്പ് പൈത്തനാണ് കേട്ടോ. ഇതിന് പൈത്തൺ എന്നാണോ എന്താണോ, നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊന്നും നിന്നില്ല. കാരണം എനിക്കിഷ്ടമില്ല, ഈ വർഗ്ഗത്തെ എനിക്കിഷ്ടമില്ല. നാട്ടിൽ പോലും ഞാൻ ഈ വർഗ്ഗത്തിനെ നോക്കാനേ പോകാറില്ല. അതേ നോക്കിയാൽ വലിയ പൈത്തനെ കണ്ടോ. അത് അവർ നമ്മുടെ
എൻ്റെ ദേഹത്തൊക്കെ ഇട്ട് തരും കേട്ടോ. വേണ്ട വേണ്ട, എനിക്ക് അങ്ങനത്തെ കളികളൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്നു. പിന്നെ ഇതാ എലി ടൈപ്പുള്ള സാധനം, അതിനെ വളർത്തുന്നതാണോ എന്താണോ എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടുത്തെ എലീനെയൊക്കെ ഞാൻ തല്ലിക്കൊല്ലാറാണ് പതിവ്. പിന്നെ ഒരു വെറൈറ്റി സംഭവം ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു വലിയ എന്തോ നാനോയുടെ കാറാന്ന് തോന്നുന്നു. ആ നാനോയുടെ കാറ് മൊത്തം അവരങ്ങോട്ട് അക്വേറിയമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് എന്തെങ്കിലും ഒക്കെ ഞാൻ ഓർത്ത് നമ്മുടെ കാർ, നമുക്കൊരു കാറുണ്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്യാമായിരുന്നെന്ന് ഞാൻ അങ്ങ് ആശിച്ചു പോയി. എന്തൊക്കെ ഐഡിയ ആണല്ലേ, ഓരോരുത്തരുടെ വിചിത്രമായ ഐഡിയകൾ. എന്തായാലും കൊള്ളാം. ഇത് കേട്ടോ, ഇതെന്ന് വെച്ചാലും ഒരു എലി വർഗ്ഗത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഇവിടുത്തെ എലിയല്ല കേട്ടോ, അവിടുത്തെ എലി. പക്ഷേ ഇതിനെയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് തല്ലിക്കൊല്ലാൻ തോന്നുന്നു. കാരണം നമ്മൾ ഇവിടുത്തെ എലികളെ കണ്ട് തല്ലിക്കൊല്ലുന്നതാണല്ലോ ശീലിച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവറ്റുകളെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തല്ലിക്കൊല്ലാൻ കൈ കുരുകുരുക്കും. അപ്പോൾ ഇത്ര